എല്ലാവർക്കും നമസ്കാരം. നാട്ടിലാണ്, ഓണം പരിപാടികളൊക്കെയാണ്, അതുകൊണ്ട് സ്റ്റുഡിയോ സെറ്റപ്പില്ല. അജിത് മാമ്പളി സംവിധാനം ചെയ്ത കൊണ്ടൽ എന്ന് പറഞ്ഞ ആക്ഷൻ സിനിമയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ സിനിമയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ, അതായത് കേന്ദ്ര കഥാപാത്രം, നായകനെ അവതരിപ്പിക്കുന്നത് ആക്ഷൻ ഹീറോ ആൻ്റണി വർഗീസ് പെപ്പയാണ്. ഞാനങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ ഹീറോ എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കാർഡ് ആൻ്റണി വർഗീസ് പെപ്പയ്ക്ക് ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കന്നഡയിലെ സൂപ്പർ നടൻ രാജ്ബി ഷെട്ടി സിനിമയിലുണ്ട്. നമ്മുടെ ടർബോ വില്ലനായിട്ട് അഭിനയിച്ച നമ്മുടെ ഗിരിഡ ഗമന വൃഷഭവഹന ഒക്കെ അറിയണവർക്കറിയാം. അതുപോലെ തന്നെ സർപ്പട്ട പരമ്പര സിനിമയിലെ ഡാൻസിങ് റോസായിട്ട് അഭിനയിച്ച ഷബീർ കളറക്കലുണ്ട്. അതുപോലെ ആക്ഷൻ ചെയ്യാൻ പറ്റിയ നല്ല സ്ക്രീൻ പ്രസൻസ് ഉള്ള, നല്ല കിടിലൻ ക്യാരക്ടേഴ്സുള്ള, കിടിലൻ നടന്മാരുള്ളൊരു സിനിമയാണ്. പക്ഷേ എന്നിരുന്നാലും ഈ സിനിമ എനിക്ക് വർക്കായില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഈ ആക്ഷൻ എന്ന് പറയുന്ന സംഭവം നമ്മൾക്ക് ഇമോഷണലി കണക്റ്റഡ് ആവണമെങ്കിൽ എന്താവണം? അതിന് നല്ല എഴുത്തുണ്ടാവണം, അതിനൊരു ഇമോഷണൽ ഹുക്ക് ഉണ്ടാവണം. ഈ ഇമോഷൻ വർക്കായാലേ ആക്ഷൻ വർക്കാവുള്ളൂ. വെറുതെ ഒരാളെ തല്ലുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നണമെന്നില്ല. പക്ഷേ നമ്മൾക്ക് നായകനോട് പറയാൻ തോന്നണം, കയറി അടിക്കടാവനെ എന്നുള്ളത്. ആ ഒരു ഫീലില്ലേ, ആ സംഗതി ഇതിലില്ല. RDXൽ പെപ്പെ കഴിഞ്ഞ ഓണത്തിന് അടിക്കുമ്പോൾ നമുക്കറിയായിരുന്നു, തല്ലടാ എന്ന് നമ്മുടെ മനസ്സിൽ പറയുന്നുണ്ടെങ്കിൽ പോലും ഇവന്മാർ കുറേ വെയിറ്റ് ചെയ്തിട്ട് അവസാനം നമ്മുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ പീക്കിൽ എത്തിച്ചിട്ടാണ് അവന്മാരടിക്കണത്. ആ അപ്പം അടി വീഴുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ഇതിൽ അടിയുണ്ട്, ആവശ്യത്തിന് അടിയുണ്ട്. പെപ്പയുടെ അടി ഭയങ്കര കിൻഡലടി എന്നുള്ളൊരു സംസാരമുള്ളതുകൊണ്ട് അടി ഡെലിബറേറ്റ്ലി കിൻഡലാക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിലെ ഇമോഷൻ വർക്കൗട്ട് ചെയ്തെടുക്കാൻ സംവിധായകനും പറ്റിയിട്ടില്ല, സിനിമ എഴുതിയവർക്കും പറ്റിയിട്ടില്ല. എഴുത്തുകാരുടെ കൂട്ടത്തിൽ ഒരാൾ സംവിധായകൻ തന്നെയാണ്. അപ്പോൾ ഡയറക്ടറിൻ്റെ ഭാഗത്തു നിന്നൊരു പിഴവ് ഈ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ആക്ച്വലി ഈ നല്ല ആക്ടേഴ്സ്, രാജ്ബി ഷെട്ടി, അതുപോലെ ഷിബു കലറക്കൽ പോലെ ഇത്രയും നല്ല ആക്ടേഴ്സ് ഉള്ളപ്പോൾ അത് എന്താ പറയുക, നന്നായിട്ട് എടുക്കണ്ടേ. ഇത് കടലിൻ്റെ പിന്നാമ്പുറത്തുള്ള, അല്ലെങ്കിൽ കടലിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു റിവെഞ്ച് സ്റ്റോറിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഒന്നും മലയാളത്തിൽ അധികം എടുത്തിട്ടില്ല. ഇതിൻ്റെ ഒരു 80% ഓഫ് ദ പോർഷൻസ് സിനിമയുടെ കടലിലാണ്, ഒരു ബോട്ടിലാണ് നടക്കുന്നത്. അപ്പോൾ അതൊക്കെ ആ അറ്റംപ്റ്റൊക്കെ അടിപൊളിയാണ്. സിനിമയുടെ കഥയും ആക്ച്വലി നൈസാണ്. അത് എന്താ പറയുക, ഇട്ട് പൊലിപ്പിക്കാനുള്ള സംഗതി ഉണ്ടായിരുന്നു. പക്ഷേ സ്ക്രീൻ പ്ലേയിലാണ് കംപ്ലീറ്റ് പളിപ്പോയത്. നമ്മളിങ്ങനെ വെറുതെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുക, ഓക്കെ, ആ മൂടാണ്. നമുക്ക് ഒന്നും ഇമോഷണലി കണക്റ്റ് ആവില്ല. ആ ഇമോഷണൽ ഹുക്ക് ഇല്ലാത്തതിൻ്റെ കംപ്ലീറ്റ് പ്രശ്നങ്ങൾ ഈ സിനിമയ്ക്കുണ്ട്. പിന്നെ എനിക്കുള്ള എൻ്റെ പതിവ് പ്രശ്നങ്ങളിലൊന്നാണ്, ഇപ്പോൾ രാജ്ബി ഷെട്ടീനെ ടർബോയിൽ യൂസ് ചെയ്ത രീതി എനിക്കിഷ്ടമായിരുന്നു. കാരണം മൂപ്പര് മലയാളിയല്ല, മലയാളം സംസാരിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് ആ ക്യാരക്ടർ മൂപ്പർക്ക് പെർഫെക്റ്റ് ആയിരുന്നു. ഇതിൽ മൂപ്പര് മലയാളിയാണ്. എന്നിട്ട് ഇങ്ങേർക്ക് ഡബ് ചെയ്തേക്കുന്നത് വേറെ ആളാണ്. ആ ഡബിങ്ങും ലിപ്സിങ്ങും തന്നെ തമ്മിൽ അധികം ശരിയാവണില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ എന്തിന് കന്നഡയിൽ നിന്ന് ഒരാളെ കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒരു ചോദ്യമാണ്. കാരണം ഒട്ടും വർക്കായില്ല കാസ്റ്റിങ്. രാജ്ബി ഷെട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കിടിലൻ നടനാണ്, കിടിലൻ വ്യക്തിയാണ്. പക്ഷേ ഈ പടത്തിൽ മൂപ്പരുടെ കാസ്റ്റിങ്ങൊക്കെ നല്ല പാളിച്ചായിരുന്നു. അതൊന്നും മൂപ്പരുടെ കുറ്റല്ല, അതൊക്കെ കാസ്റ്റ് ചെയ്തവരുടെയും അത് എക്സിക്യൂട്ട് ചെയ്തവരുടെയും പ്രശ്നമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു എന്താ പറയുക, ശരാശരി അല്ലെങ്കിൽ ശരാശരിക്ക് താഴെ നിൽക്കുന്ന ഒരു സിനിമാനുഭവമായിരുന്നു കൊണ്ടൽ. മ്യൂസിക് ഉണ്ട്, നല്ല ഫൈറ്റ് ഉണ്ട്, നല്ല സിനിമാറ്റോഗ്രാഫി ഉണ്ട്, VFX ഒക്കെ പല സ്ഥലത്തും നല്ല രീതിയിൽ പാളിയുണ്ട്. എന്നാൽ പോലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എപ്പിക്കാക്കാൻ നോക്കിയിട്ട് പാളിപ്പോയൊരു സിനിമയായിട്ടാണ് കൊണ്ടലിനെ പറ്റി എനിക്ക് തോന്നിയത്. അപ്പോൾ താല്പര്യമുള്ളൊരു തിയേറ്ററിലൊക്കെ പോയി സിനിമ ഒന്ന് കണ്ടു നോക്ക്. എന്തായാലും ഇപ്പോൾ ഇറങ്ങിയ സിനിമകളിൽ വെച്ചിട്ട് എൻ്റെ ഓണം വിന്നർ കിഷ്കിന്താകാണ്ടാണ്. സിനിമാറ്റിക് എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ്, സിനിമയുടെ ക്വാളിറ്റിയൊക്കെ വെച്ചിട്ട് കിഷ്കിന്താകാണ്ടാണ് എനിക്കൊരു ഗംഭീര എക്സ്പീരിയൻസ് എന്ന സിനിമ. അത് കഴിഞ്ഞാൽ അജണ്ട രണ്ടാം മോഷണം, കൊണ്ടൽ അതിന് താഴെ വരുള്ളൂ. പിന്നെ ഒരു സിനിമ കൂടി ഇറങ്ങിയിട്ടുണ്ട്, അത് കാണുമെന്നറിയില്ല, കണ്ടാൽ അതിന് കൂടി അഭിപ്രായം പറയാം. അപ്പോൾ അങ്ങനെയാണ് ഇത്തവണത്തെ ഓണം റിലീസുകളുടെ അവസ്ഥ. അപ്പോൾ ഇനി ഓണമൊക്കെ കഴിഞ്ഞ്, ആഘോഷമൊക്കെ കഴിഞ്ഞ് അടുത്ത സിനിമയുടെ വിശേഷമൊക്കെ ആയിട്ട് വരാം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ.